യെസ്. അപ്പോൾ ആദ്യം നമ്മൾ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പുള്ള ടാസ്ക്കാണ് ഈ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ട്രീ ഇത് മാക്സിമം നിങ്ങൾ അലങ്കരിക്കുക, ഡെക്കറേറ്റ് ചെയ്യുക. ഇപ്പോഴല്ല, ഞാനിവിടെ സ്റ്റാർട്ട് പറഞ്ഞ് 30 സെക്കൻഡ്സ് നിങ്ങൾക്ക് തരും. 30 സെക്കൻഡ്സിനുള്ളിൽ ഏറ്റവും മാക്സിമം ഭംഗിയായിട്ട് ഈ ക്രിസ്മസ് ട്രീ നിങ്ങൾ അലങ്കരിക്കുന്ന ഏത് ടീമാണോ അവർക്ക് ആദ്യം ഈ ടാസ്ക് തുടങ്ങാം, കേക്ക് ഗാർണിഷിംഗ്. റൈറ്റ്? സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Team influencers, serial team. Yes. Okay, the last. Yes. തീർന്നു. ഒന്ന് നോക്കട്ടെ, ഇത് എത്ര എണ്ണം വെച്ചിട്ടുണ്ട്? 1, 2, 5, 6, 7, 8, 9, 10. രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു, കാരണം അവരൊരു 11 വെച്ചിട്ടുണ്ട്, ഇവർ 10 വെച്ചിട്ടുള്ളൂ അല്ലേ? അപ്പോൾ എന്തായാലും ടീം സീരിയൽ ടീം നിങ്ങൾക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. All right? Okay, your time starts now. അത്രേ ഉള്ളൂ. കൂടി പോയി കഴിഞ്ഞാൽ ഒരു 3 പ്രാവശ്യം ക്രീം ഇടാൻ പറ്റും അല്ലേ? അത്രേ ഉള്ളൂ. കണ്ടോ, അതൊരു ഉപകാരമായി അല്ലേ? 30 സെക്കൻഡ് കിട്ടിയത് വലിയ കാര്യമൊന്നും ഇല്ലെന്ന്. 8 സെക്കൻഡ് 7 സെക്കൻഡ്. അപ്പോൾ 2 ടീമുകളും നല്ല കിടിലമായിട്ട് ഈ ഇരിക്കുന്ന കേക്ക് പോലെ തന്നെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എനിക്കറിയത്തില്ല എന്താവോ എന്തോന്ന്. നടുക്ക് വെക്കണേ, കറക്റ്റ് നടുക്ക്. എത്രയും പെട്ടെന്ന് ചെയ്യണം, അതാണ് ടാസ്ക് എന്ന് പറയുന്നത്. ഇതിൽ ആരാണ് ഏറ്റവും ആദ്യം മാജിക്? അതുകൊണ്ട് നിങ്ങളുടെ കൈ കിട്ടിയിട്ടുണ്ടോ? മാജിക് കാർഡ് കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ ഞാനൊരു ചെറിയൊരു പരിപാടിക്കൊന്ന് പോയിട്ട് വരാം മക്കളെ, കേട്ടോ? ഒരു മിനിറ്റ്, ഒന്ന് സ്റ്റോപ്പ്. ഈ 2 വാട്ടർമെലൺ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇത് നിങ്ങൾ കഴിക്കാനുള്ളതല്ല. ഈ വാട്ടർമെലൺ വെച്ചിട്ട് ക്രിസ്മസ് തീമില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കാം. ഇതും ഈ നിങ്ങളുടെ ടാസ്കിൽ ഉൾപ്പെടുന്ന പരിപാടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇപ്പം തന്നെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കാം. പക്ഷെ ഇതുണ്ടാക്കുവാണെങ്കിൽ അത്രയും നല്ലത്. അതുപോലെ ടീം ഇൻഫ്ലുവൻസേഴ്സ് അവർ സൈഡിൽ നിന്നാണ് മുറിക്കാൻ പോകുന്നത്. എന്താണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് നമ്മളിപ്പോൾ നോക്കിയിരിക്കുന്നത്. ഒരു യൂസിങ് ഇതാ. വാട്ടർമെലന്റെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. യെസ്. അപ്പൊ നിങ്ങൾക്ക് കേക്കിലേക്ക് തിരിച്ചു പോകാം. ടൈം വളരെ കുറച്ചേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ നിങ്ങൾ മാക്സിമം ചെയ്യുക. ഈ കേക്കിന്റെ ഗതി എന്താവും നമുക്കറിയത്തില്ല, പക്ഷെ ദേ ആർ ഡൂയിങ് ഇറ്റ്, അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ വേറൊരു കേക്കോട് എക്സ്ട്രാ 2 പ്ലം കേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിലും അവർ ഗാർണിഷ് ചെയ്യേണ്ടതാണ്. ഒരു കുട്ടി ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ടാസ്കിന് അണ്ടറിലുള്ള ഒരു ബ്രാഞ്ച് ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. യെസ് മാം.
ഹായ് വീണ്ടും വന്നിരിക്കുകയാണ് പുതിയ കുറച്ച് പരിപാടികളായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പ്ലം കേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതില് ക്രീം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഗാർണിഷ് ചെയ്യാം. ഓക്കെ, കുറച്ച് എലിമെന്റ്സും ഉണ്ട്, ഫോണ്ടന്റ് എലിമെന്റ്സും ഉണ്ട്, ക്രിസ്മസ് തീം ആയിട്ടുള്ള. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്ന ടീമിനായിരിക്കും പ്രോത്സാഹനം തരാം. ഇവര് ഭയങ്കര പണിയെടുത്തോണ്ടിരിക്കുക. മാം പറയുന്നതൊക്കെ ഇങ്ങനെ ഒന്നൊരു പോസ് എടുത്ത് നോക്കുന്ന പോലും ഇല്ല. ഇനി പ്ലം കേക്ക് ഗാർണിഷിംഗ് ആണ്. ഡൺ 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 ഡൺ. ഓ, ഇത് നല്ല ഐഡിയ ആണ്. ഒരാൾ പ്ലം കേക്കിൽ അവർ ഗാർണിഷ് ചെയ്യുന്നു, അറ്റ് എ ടൈം വേറൊരാൾ കേക്കും അടിപൊളിയാക്കുവാണ്. നൈസ് ഐഡിയ. സെയിം തിങ് ഇവിടെ. ഇത് വെക്കണോ? അപ്പോൾ ഇനിയിപ്പോ അടുത്ത നമ്മളുടെ ടാസ്ക് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വീൽ സ്പിൻ ടാസ്ക് ആണ്. നിങ്ങൾ ഇവിടെ നോക്കിയോ, ഇത് കേക്കിലേക്കുള്ളാന്ന് മാത്രം പറയരുത്. കമോൺ. അപ്പോൾ ആദ്യം ഒരു ടീം ഇത് സ്പിൻ ചെയ്യാൻ വേണ്ടതാണ്. സ്പിൻ ചെയ്ത് ഏതിലാണോ വന്നിരിക്കുന്നത് ആ പ്രോപ്പർട്ടി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് ഞാൻ കേക്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പയ്യെ കറക്കണേ. ക്യാപ്സിക്കം. ആരാണ് കറക്കുന്നത്? കണ്ണടച്ചിടിച്ചോ? ഇത് മുറിച്ചേരില്ലേ? വേണമെങ്കിൽ മുഴുവൻ യൂസ് ചെയ്യാം. ടാസ്കുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഫൈനൽ ടാസ്ക് ആണ്. മാം പ്ലീസ്. ജിഞ്ചർ ബ്രെഡ് ഹൗസ് ഡെക്കറേഷൻ. നല്ല സ്മെല്ല്. ജിഞ്ചർ ബ്രെഡ് ഹൗസ് ആണ്. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. അവിടെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ വെച്ച് വന്നിട്ടുണ്ട്. ആ വൈറ്റ് പൊടി സ്നോ ഷുഗർ ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സ്ലോ ഷുഗർ വെറുതെ ഒന്ന് സിഫ്റ്റ് ചെയ്താലും മതി. യെസ് മാം. അപ്പോൾ നമ്മൾ ഇത് ആരാദ്യം തുടങ്ങണം എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കും. അതിൽ ഉത്തരം പറയുന്നവർക്ക് തീരുമാനിക്കാം എത്ര ഡിലേ ആയിട്ട് പറയുന്നത്. സാന്റാക്ലോസ് ഇല്ലേ, ഈ സാന്റയുടെ വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടി ഇങ്ങനെ ഓടിക്കുമല്ലോ, ആ ഓടിച്ചുകൊണ്ട് പോകുന്ന ആനിമലിന്റെ പേര്